നമ്മളിന്നിവിടെ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, സവാള 4 ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ 4 കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് കറിവേപ്പില, പച്ചമുളക്. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കാന്താരി മുളകാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കാന്താരി മുളക് എടുത്തു. ഒരു 4-5 എണ്ണം എടുത്താൽ മതി. പിന്നെ ഒരു തക്കാളി ഇവിടെ ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ജീരകം കൂടെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഉണ്ടാക്കി തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം നമുക്ക് ഈ കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി ചേർക്കാം. ഇനി നമുക്ക് സവാള ചേർക്കാം. പച്ചമുളക്, കറിവേപ്പില. നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ പൊടിച്ചു വെച്ച പൊടിയിൽ നിന്ന് പകുതിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. പകുതി ലാസ്റ്റ് ചേർക്കുള്ളൂ. കുരുമുളകും പെരിഞ്ചീരകം കൂടെ പൊടിച്ചതാണ്. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. ചിക്കനിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ കൂട്ടി തിരുമ്പി ഒന്ന് വെക്കണം. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർക്കാം. കൂട്ടിയിളക്കാം. നേരം ഇങ്ങനെ കൂട്ടിയിളക്കിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കണം. ചിക്കൻ കുറച്ച് നേരം ഇങ്ങനെ കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഈ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കുന്നത്. ചൂടുവെള്ളമാണ് കേട്ടോ. ചിക്കൻ ഇവിടെ കിടന്ന് വെന്ത് വരട്ടെ. കുറച്ച് നേരം അത് മൂടിയിടാം. ഒരു 10 മിനിറ്റ് മൂടിയിടാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കണം. നമ്മുടെ പെപ്പർ ചിക്കൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി. ഇനി അവസാനമായിട്ട് നമുക്ക്
നമ്മൾ കുറച്ച് മസാലപ്പൊടി മാറ്റി വെച്ചില്ലേ, ഈ കുരുമുളകും പെരിഞ്ചീരകം കൂടെ വറുത്ത് പൊടിച്ച പൊടി കുറച്ച് മാറ്റി വെച്ചല്ലോ, അത് നമുക്കിതിനകത്ത് വെച്ച് ചേർക്കാം. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കിടക്കട്ടെ. ശരിക്കും വെള്ളം വറ്റി വരണം, ഒന്നും കൂടെ വലിയണം. ഇവിടെ പെപ്പർ ചിക്കൻ ഇപ്പം പാകമായിട്ടുണ്ടോ നോക്കാം. വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം, മല്ലിയില ചേർത്ത് അലങ്കരിക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു.